അപ്പോൾ ചർച്ചയിൽ അവരോട് പറഞ്ഞ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, ഒന്ന്, ആശമാരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന സർക്കാരാണ്, ഇനിയും അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. രണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ വുമൺ വോളണ്ടിയർ, ഇപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോഴും അതിനുള്ള ബെനിഫിറ്റ് ഉൾപ്പെടെ പറയുമ്പോഴും സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്ന് ആശാപ്രവർത്തകരെ മാറ്റുകയും അതു സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ കേന്ദ്രം നൽകുന്നതല്ല ഇൻസെൻറ്റീവ് എന്നുള്ളത് കൂടി കാണണം. കേന്ദ്രവും മാത്രം നൽകുന്നതല്ല, കേന്ദ്രം നൽകുന്നതല്ലെന്നല്ല, കേന്ദ്രം മാത്രം നൽകുന്നതല്ല, കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെൻറ് 100 രൂപ കേന്ദ്രം കൂട്ടിയാൽ 60 രൂപ കേന്ദ്രവും 40 രൂപ സംസ്ഥാനവുമാണ്. ഇത് ഞാൻ ഇപ്പോഴല്ല ആവശ്യപ്പെടുന്നത്. ഞാൻ പുതിയ കേന്ദ്ര മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ ഡൽഹിയിൽ പോയി ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് നിങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിലുള്ളവരോടും ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഈ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് ഞാനൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകാം. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ട്രക്ചേർഡ് ആക്കുന്നതിന് വേണ്ടി ഉള്ള ആശമാരുടെ ഗൈഡ് ലൈനിൽ ആവശ്യമായ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞു, സേവന മാനദണ്ഡമല്ല, അവരുടെ അതായത് ഡെഫിനിഷൻ തന്നെയാണ്, അതായത് നിർവചനം തന്നെ വുമൺ വോളണ്ടിയർ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സ്റ്റേറ്റിന് മാറ്റാം, പക്ഷേ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഗൈഡ് ലൈനിലുള്ളത്. അതെ, അപ്പോൾ ആ ഗൈഡ് ലൈനിലുള്ള കാര്യത്തിൽ ഉൾപ്പെടെ മാറ്റം വരണം എന്നുള്ളതും ഇൻസെൻറ്റീവ്സിൽ വർധന ഉണ്ടാകണം എന്നുള്ളതും ആവശ്യപ്പെടാമെന്നുള്ളത് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒന്ന്, സ്റ്റേറ്റിന് ഒരു എതിർനിലപാടില്ല, ഇനി കൂട്ടില്ല എന്നുള്ള നിലപാടില്ല, ഇനിയും കഴിയുന്ന രീതിയിൽ അത് കൂട്ടണം എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ട്, അടിസ്ഥാനപരമായി ഇപ്പോൾ പല തൊഴിലുകളും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു കണക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കേന്ദ്ര സ്കീമാണ് ആശ പ്രവർത്തകരുടേത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ മാറ്റം ഉണ്ടാകണമെന്നുള്ളത് പറയുകയുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഈ നേരത്തെ മാനദണ്ഡം സംബന്ധിച്ച കാര്യങ്ങളിൽ ഉത്തരവിറങ്ങിയത് പറഞ്ഞല്ലോ, എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടതാണ്. അതുകൂടാതെ വിരമിക്കൽ പ്രായം സംബന്ധിച്ച് നേരത്തെ സ്റ്റേറ്റ് മിഷൻ ഒരു 62 വയസ്സെന്നുള്ളത് ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. അപ്പോൾ അന്ന് എല്ലാ സംഘടനകളും, അതിൽ CITUവിൻ്റെ സംഘടനയും INTUCൻ്റെ സംഘടനയും STUവിൻ്റെ സംഘടനയും ഒക്കെ തന്നെ അന്ന് അത് പറ്റില്ല എന്ന നിലപാടെടുത്തിരുന്നു. ഈ സംഘടനയും ആശാ അസോസിയേഷൻ അവരും അതിൽ SUCയുടെ സംഘടനയും റെപ്രസെൻറ്റേഷൻ തന്നിരുന്നു. അപ്പോൾ 62 വയസ്സ് എന്നുള്ളത് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. അന്ന് കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. വലിയൊരു സർക്കുലർ, അതാണ് ഈ സർക്കുലർ. കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ ഒരു സെൻറ്റൻസ് മാത്രമാണിത്. അപ്പോൾ അത് ഫ്രീസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരാളും 62 വയസ്സിൽ എക്സിറ്റായി കേരള സംസ്ഥാനത്ത് പോയിട്ടില്ല ഇതുവരെ. 62 വയസ്സ് കഴിഞ്ഞവർ ആശാപ്രവർത്തകരായിട്ടും ഉണ്ട്. അത് ഗവൺമെൻറ് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ അതിലൊരു ഉത്തരവ് വേണം. ശരി, എല്ലാ സംഘടനകളുടെയും റെപ്രസെൻറ്റേഷനിലും ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ആശാ ഫെഡറേഷനുണ്ട്, അതോടൊപ്പം തന്നെ INTUCൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട്, STUവിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട്, ലീഗിൻ്റെ STUവിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട്, ഇവരുടെ റെപ്രസെൻറ്റേഷനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ടെക്നിക്കലി അങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കൂടി ഉണ്ടാകും. ഇക്കാര്യവും ഇന്നത്തെ മീറ്റിങ്ങിൽ അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 62 വയസ്സ് കഴിഞ്ഞ ഒരാളും പ്രവർത്തിക്കാതിരിക്കുന്നില്ല, ഒരാളെ എക്സിറ്റായി പോയിട്ടില്ല, ഒരാളെയും കാസർഗോഡ് അങ്ങനെ ഒറ്റ കേസ് ഉണ്ടായപ്പോൾ അതിലിടപെട്ടുകൊണ്ട് അന്നാണ് നമ്മൾ നിർദ്ദേശം നൽകിയത് പാടില്ല എന്നുള്ളത്, അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതും സ്റ്റേറ്റ് മിഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഞാൻ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവരും സംസാരിച്ചു. പറഞ്ഞത് നമ്മുടെ ആശാപ്രവർത്തകർ അവർ ഈ നിലയിൽ ഇവിടെ ഇങ്ങനെ സമരം ചെയ്ത് അവരെ ദുരിതത്തിലാക്കരുത്. അപ്പോൾ അത്
തീർച്ചയായിട്ടും വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് എടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള നിലപാട്, ഇത് പറ്റില്ല എന്നുള്ളൊരു നിലപാടല്ലല്ലോ. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ അത് ഇത്ര വേണം എന്നുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ അങ്ങനെ നമുക്കൊരു ഗവൺമെൻറ്റിന് ഒരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിലാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക. അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലും കേട്ടിട്ടുണ്ട്. ആശമാരുടെ സംഘടനകൾ ആശമാർ എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ ആരോഗ്യവകുപ്പ് എല്ലാ കാര്യങ്ങളിലും അതിൽ നിലപാടെടുത്ത് തന്നെ പോയിട്ടുമുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് അവരെ അറിയിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിച്ചു, ദയവായിട്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം. നമുക്കതിന് ശേഷം നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കാം. അത് സർക്കാരിൻ്റെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഇതിൽ ഈ സർക്കാരാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ സർക്കാർ തന്നെയായിരിക്കും ചെയ്യുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ അവർ നിങ്ങളെ തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അവർ നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. ഏതായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കൂടി ഞാൻ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല ഞാൻ. കാരണം ഉപദേശിക്കാൻ 4-ാം ദിവസം വിളിച്ചത് പിന്നെ എന്തിനായിരുന്നു? 4-ാം ദിവസവും 5-ാം ദിവസവും വിളിച്ചത് എന്തിനായിരുന്നു? അന്ന് ചർച്ച നടത്തിയത് എന്തിനായിരുന്നു? ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമരം നടക്കുമ്പോൾ ആ സമരത്തോടൊരു ജനാധിപത്യ സർക്കാർ ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അന്നും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ കേൾക്കണം. നിങ്ങളൊരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഏത് ഗവൺമെൻറ്റാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്, ഏത് ഗവൺമെൻറ്റാണ് ഏറ്റവും, അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ചെയ്യാൻ കഴിയുള്ളൂ, തീർച്ചയായിട്ടും ചെയ്യും എന്ന നിലപാടെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് 4-ാം ദിവസം സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചതാണ്. 14-ാം തീയതി 15-ാം തീയതി ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള തെറ്റായ പ്രചരണം നടന്നു. അതൊന്നും സാരമില്ല, അതൊന്നും പ്രശ്നമുള്ളതല്ല, സത്യം മറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 15-ാം തീയതി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആണ് ചർച്ചയ്ക്ക് സ്റ്റേറ്റ് മിഷൻ വിളിച്ചത്. അതിന് തുടർച്ചയായിട്ടാണ് ഞാനും ചർച്ചയ്ക്ക് വിളിച്ചത്. വളരെ വിശദമായി ചർച്ച ചെയ്തു. അവരുന്നയിച്ച ഇപ്പോൾ ഒരു PHCയിൽ 25 ദിവസം ആശ വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്, വീടുകൾ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ ഇല്ല. ഏതെങ്കിലും മേഖലയിലോ പ്രദേശത്തോ ഒരു ആരോഗ്യ കേന്ദ്രമൊക്കെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ പരാതിപ്പെടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട്, പഞ്ചായത്ത് തലത്തിലുണ്ട്, ജില്ലാ തലത്തിൽ സമിതിയുണ്ട്, സ്റ്റേറ്റ് തലത്തിലും പരാതിപ്പെടാം. അതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഓവർ ബേർഡൻഡ് ആകുന്നുണ്ടെങ്കിൽ ദേശീയ ഗൈഡ് ലൈന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ മീറ്റിങ്ങിൽ ഓപ്പണായി ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊരു കാര്യം ഇല്ല എന്നുള്ളത് പറയുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിശോധിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇടപെടാമല്ലോ. അപ്പോൾ ഇങ്ങനെ ആശമാർ ചില ഒറ്റപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റേറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിലിടപെടാം. പരാതികളുണ്ടെങ്കിൽ, വ്യക്തിപരമായ പരാതികളുണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം. അതെല്ലാം വളരെ ഓപ്പണായിട്ടുള്ള നിലപാടാണ് അതിൽ സ്വീകരിച്ചത്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അരുൺ, ഞാൻ 4-ാമത്തെ ദിവസം ചർച്ച ചെയ്തത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? 5-ാം ദിവസം ഉണ്ട്. അപ്പോൾ ഞാനിത് 2-ാം തവണയാണ് ഞാൻ വിളിക്കുന്നത്. നേരത്തെ സ്റ്റേറ്റ് മിഷൻ വിളിച്ചു. അപ്പോൾ ഇതിൽ ബാക്കി ഇവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളോടും വളരെ അനുകൂലമായ നിലപാടാണ്. ഇതിലും അനുകൂലമായ നിലപാടാണ്. നിങ്ങൾക്ക് തരില്ല, ഞങ്ങൾ ഇത്രയും തന്നിട്ടുണ്ടല്ലോ, തരില്ല എന്ന നിലപാടില്ല.